ഞങ്ങളിന്നിങ്ങനെ മാധ്യമങ്ങളെ കാണണം എന്നാലോചിച്ചത്, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവും എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി നടന്ന് അതാവാതെ പ്രയാസപ്പെട്ട ഒരാൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ചില പച്ചപ്പട ടീം പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വാദം DYFIക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. തീർത്തും അല്പത്തം എന്നേ അതിനെ പറയാനുള്ളൂ. നിങ്ങളേവരും മനസ്സിലാക്കിയതാണ് കേരളത്തിലെ DYFIയുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ആ ദുരന്തം, നാടിനെ നടുക്കിയ ദുരന്തം, നമ്മളെല്ലാം അത് പ്രയാസത്തോടു കൂടി ആ സാഹചര്യത്തെ വിലയിരുത്തിയതാണ്. എങ്ങനെയെല്ലാം ആ നാടിനെ കൈപിടിച്ചുയർത്താം എന്നാലോചിച്ച് അതിനുവേണ്ടി പറ്റാവുന്ന പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളേവരും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. DYFI ആ സമയത്ത് തൊട്ടു പിറ്റേ ദിവസം 25ൽ കുറയാത്ത വീടുകൾ സർക്കാരുമായി സഹകരിച്ച് നിർമ്മിച്ചു നൽകും എന്ന്. ഈ സമയത്തും നിങ്ങൾക്ക് ചില ചാനലുകളിൽ അത് ലൈവ് കൊടുത്ത യൂട്യൂബിൽ കൊടുത്തത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അന്ന് ലൈവ് കൊടുത്ത ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് സർക്കാരുമായി സഹകരിച്ച് 25 വീട് കൊടുക്കും എന്നായിരുന്നു. അത് ഇന്നുമുണ്ട് പല ചാനലുകളിൽ. ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല. ആർക്കാണോ ആവശ്യമുള്ളതെങ്കിൽ ആ ലിങ്ക് കാണിച്ചു തരാം. സർക്കാരുമായി സഹകരിച്ചാണ് ഞങ്ങൾ 25 വീട് കൊടുക്കും എന്ന് പറഞ്ഞത്. എന്നാൽ തൊട്ട് പിറ്റേ ദിവസം അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനെ പിന്നീട് മാറ്റി, ഞാൻ അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ആ പ്രസിഡന്റ് മാറി. എന്നാൽ ആ പ്രസിഡന്റിന് മാത്രമല്ലല്ലോ ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം. ഈ പറയുന്ന ആൾ അന്നത്തെ ഉപാധ്യക്ഷനാണ്, കൂട്ടുത്തരവാദിത്വമുണ്ട്. അവർ തൊട്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും അവർ സർക്കാരുമായി സഹകരിച്ചാണ് വീട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നിമിഷം വരെ ആ വീടിനെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. അവനവൻ്റെ കണ്ണിലെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ എത്ര അല്പത്തരമാണ്, എത്ര വഷളത്തരമാണ് ഇവർ വിളിച്ചു പറയുന്നത്. എങ്ങനെയത് സഹിക്കാൻ പറ്റുക? യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ, അധികാരവും മറ്റു സ്ഥാനമാനങ്ങളും ഒന്നും ആഗ്രഹിക്കാതെ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലക്ക് അതിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ പ്രവർത്തകർ, അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിനെ വിലയിരുത്തണം. 30 വീടിന് വേണ്ടി പണം പിരിച്ചു അവർ. ഒരുപാട് മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിൽ പലരോടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. ഞാനതിന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവർ ഈ നിമിഷം വരെ അവർക്ക് കിട്ടിയ പണത്തെ അല്ലെങ്കിൽ അവർ നിർമ്മിച്ച വീടിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇടയ്ക്കെന്തൊരു കണക്ക് പറഞ്ഞു, അതും വലിയ പ്രഷർ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചോദ്യവും വലിയ രീതിയിൽ വാഗ്വാദവും നടന്നപ്പോൾ കിട്ടിയ എമൗണ്ട് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അവർക്ക് കിട്ടിയത് 1 കോടി രൂപയോ മറ്റോ, അതിനടുത്ത. ആദ്യം പറഞ്ഞത് 86, പിന്നെ 1 കോടി എന്ന് പറഞ്ഞു. അവരെവിടെയെങ്കിലും അന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് നിർമ്മിക്കുന്ന ഭവന സമുച്ചയങ്ങളിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ചേർന്ന് ഇത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് 30 വീടിന് അവരുടെ ഈ പണം തികഞ്ഞോ? എത്രയായി സമയം? ഞാനിപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന ഒരു വാഗ്ദാനം ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ട് അത് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ സമൂഹത്തോടെങ്കിലും ഒരു മാപ്പെങ്കിലും പറയണ്ടേ? ചുരുങ്ങിയത് അവരെ പ്രതീക്ഷിച്ച് വയനാടിലെ ദുരന്തബാധിതർ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ? മാപ്പ് പറയണ്ടേ ഈ സമൂഹത്തോട്? അവർ പറയണ്ടേ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചത് നടത്താൻ പറ്റാത്തവരാണ് ഞങ്ങൾ എന്ന് അവർ പറയണ്ടേ? നാണമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്?